സുപ്രഭാതം. രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ യാത്ര ചെയ്യുകയായിരുന്നു. അവർ ഒരുപാട് ദൂരം ഇങ്ങനെ യാത്ര ചെയ്തു. ഒടുവിൽ അവർ ഒരു മരുഭൂമിയുടെ വശത്തുകൂടെയും അവർ കടന്നുപോയി. ക്ഷീണം കാരണം അല്പസമയം അവർ അവിടെ ഇരുന്നു. അവർ തമ്മിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചെറിയ വാഗ്വാദം തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഒന്നാമത്തെ സുഹൃത്ത് ദേഷ്യപ്പെട്ട് രണ്ടാമത്തവനെ അടിച്ചു. രണ്ടാമത്തവന് വലിയ സങ്കടമായി. ആൾ അല്പസമയം അവിടെ വിഷമിച്ചിരുന്നു. എന്നിട്ട് ആ പൂഴി മണലിൽ എഴുതി വെച്ചു, ഇന്ന് ഈ ദിവസം എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്നെ അടിച്ചു. ഒന്നും മിണ്ടാതെ അയാൾ എഴുന്നേറ്റു. അവർ വീണ്ടും യാത്ര തുടർന്നു. കുറേ കഴിഞ്ഞപ്പോൾ അവരൊരു അരുവിയുടെ അരികിലെത്തി. അല്പം വെള്ളം കുടിക്കുവാൻ അവർ ശ്രമിക്കുന്ന ആ സന്ദർഭത്തിൽ ഈ ഒന്നാമത്തെ സുഹൃത്ത് പെട്ടെന്ന് കാൽ വഴുതി വെള്ളത്തിലേക്ക് വീണു. രണ്ടാമൻ അപ്പോൾ തന്നെ വെടുത്ത് ചാടി ആ ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവന്നു. അപ്പോൾ രണ്ടാമൻ ആ പാറയിൽ എഴുതി വെച്ചു, ഇന്ന് ഇവിടെ വെച്ച് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് എന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് രക്ഷിച്ചു. അപ്പോൾ ഒന്നാമൻ ചോദിച്ചു, ഞാൻ നേരത്തെ നിന്നെ അടിച്ചപ്പോൾ നീ എന്തിനാണ് മണലിൽ എഴുതിയത്? ഇപ്പോൾ ഞാൻ നിന്നെ രക്ഷിച്ചപ്പോൾ നീ എന്തിനാണ് പാറയിൽ ഇത് എഴുതി വെച്ചത്? അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു, മണലിൽ എഴുതിയതിന് ഒരു കാരണമുണ്ട്. കാരണം ക്ഷമയുടെ കാലം വരുമ്പോൾ അത് വേഗത്തിൽ അങ്ങ് മാഞ്ഞു പോകും. എന്നാൽ പാറയിൽ കോറി വെച്ചത് അത് എത്ര കാലമാണെങ്കിലും അത് നിലനിൽക്കും. പ്രിയമുള്ളവരെ, വളരെ അർത്ഥവത്തായ ചില വാക്കുകളാണിത്. നമ്മുടെ ജീവിതത്തിലും മണലിൽ കുറിച്ചു വെക്കേണ്ട ചില വസ്തുതകളുണ്ട്, പാറയിൽ കുറിച്ചു വെക്കേണ്ട വസ്തുതകളുമുണ്ട്. ക്ഷമയുടെ ആ നാളുകളിൽ മറക്കേണ്ടുന്ന കാര്യങ്ങളുമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാതെ നന്ദിയോടെ ഓർക്കേണ്ടുന്നതായ ആ കാര്യങ്ങളുമുണ്ട്. ഈ സുഹൃത്തുക്കൾ പഠിപ്പിച്ച വലിയ പാഠം നമ്മുടെ ജീവിതത്തിൽ നാം ഓർക്കുക. മറക്കേണ്ടത് മറക്കാനും ഓർക്കേണ്ടത് ഓർക്കാനും ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവം സാധ്യമാകട്ടെ. നന്ദി.